ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് 2024 CGL ടയർ 2 ഈ ഇടയ്ക്ക് നടന്ന CGL ടയർ 2ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹൈറ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത് 63 സെൻറ്റിമീറ്റർ ആണ്. ഏരിയ ഓഫ് ഇറ്റ്സ് കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് 5 ടൈംസ് ഏരിയ ഓഫ് ബേസ് ആണ്. ബേസിൻ്റെ 5 ടൈംസ് ആണ്. വാട്ട് ഇസ് വോളിയം ഓഫ് കോൺ? ഓക്കെ, വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയാം? 1/3 പൈ r² h വേണം അല്ലേ? ഇവിടെ h ഉണ്ട്, r കണ്ടുപിടിക്കണം. ആക്ച്വലി r കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവിടെ സെക്കൻഡ് ഒരു സെൻറ്റൻസ് അവിടെ തന്നിട്ടുള്ളത്. കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് 5 ടൈംസ് ബേസ് ഏരിയ ആണ്. അപ്പോൾ ഒരു കോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് πr/l ആണ്. l എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. ദെൻ അതെന്ന് പറയുന്നത് ബേസ് ഏരിയൻ്റെ 5 ടൈംസ് ആണ്. ഒരു കോണിൻ്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിളാണ്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. സോ 5 ടൈംസ് ആണ്. സോ ഇത് നമ്മൾ കട്ട് ചെയ്ത് പോയിട്ട് എല്ലിൻ്റെ വാല്യൂ 5r എന്ന് പറഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ നമ്മളൊരു കോണിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് റേഡിയസ് വരും, ഇത് സ്റ്റാൻഡ് ഹൈറ്റ് വരും, ഇത് ഹൈറ്റ് വരും. ഇവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. സോ പൈതഗോറസ് തിയറം നമുക്കിവിടെ യൂസ് ചെയ്യാം. നമുക്ക് എല്ലിന് പകരം 5r എന്ന് കൊടുക്കാം. സോ h എന്ന് പറയുന്നത്, അല്ലെങ്കിൽ h² എന്ന് പറയുന്നത് 25r² മൈനസ് r² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ hൻ്റെ വാല്യൂ √24r എന്ന് പറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ 2√6r എന്ന് പറഞ്ഞു കിട്ടും hൻ്റെ വാല്യൂ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് h/2√6. ഇനി ഇതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും. വോളിയം എന്ന് പറയുന്നത് 1/3 22/7 ദെൻ r-ന് പകരം നമ്മൾ h/2√6. വീണ്ടും h എന്ന് പറയുന്നത് 63 അറിയാലോ, 2√6. ദെൻ ഹൈറ്റ്, ഓക്കെ, πr²h. ദെൻ 7 × 3 21, 21 × 3 63. ഓക്കെ, ഇതും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇപ്പം തന്നെ 11. ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 6 എന്ന് പറഞ്ഞു വരും. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ 2 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 11 × 63 × 63/4 ആയിരിക്കും. ഓക്കെ, സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളിവിടെ നോക്കുക, ഈ 63 എന്ന് പറയുന്ന 9ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ നമ്മുടെ ആൻസറും 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 5 4 9 കളഞ്ഞു. ദെൻ 5 4 9 കളഞ്ഞു. ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ദെൻ ഇത് 9 1 10, 18, 20, 26 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ദെൻ ഇത് 9 1 10, 15, 15ഉം 5 20, 27 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇതാണെങ്കിൽ 6 5 11, 11ഉം 7ഉം 18, 18ഉം 4 22 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ആക്ച്വലി ഓപ്ഷനിനകത്ത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ആൻസറേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ടി വരത്തില്ല. ആൻസർ എന്തെന്ന് പറഞ്ഞു കൊടുക്കാം? ഈ പറയുന്ന സി എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ സപ്പോസ് 2 ഓപ്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ അടുത്ത 11ൻ്റെ റൂൾ കൂടി ചെക്ക് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ സി 10 9 1 4.75 ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.